ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏലക്ക, പട്ട, വെജിറ്റബിൾ, കോളിഫ്ലവർ, ഇഞ്ചി, വെളുത്തുള്ളി, ബീൻസ്, പിന്നെ അരിയൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ മസാല റെഡിയാക്കണം. അതിലേക്ക് ഞാൻ ഉള്ളിയും ക്യാപ്സിക്കൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം. ചോറിലേക്ക് ഞാൻ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മസാലയ്ക്ക് ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ദമ്മിടാനാണ് കേട്ടോ വെജിറ്റബിൾ ബിരിയാണി. ഉള്ളിയും ക്യാപ്സിക്കം ഒന്ന് വാട്ടുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ, മസാലയ്ക്ക് ഒന്ന് ബ്രൗണായി വരാൻ വേണ്ടി. അപ്പം നമുക്ക് അരി തിളയ്ക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ പാകത്തിന് ഉപ്പിടുക ചോറിന്. കുറച്ച് ഓയിൽ ഒഴിക്കുക. പിന്നെ നമുക്ക് അരിഞ്ഞ് വെച്ച വെജിറ്റബിളും പട്ടയും ഗ്രാമ്പും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വെള്ളത്തിൽ കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് തിളച്ച് കിട്ടണം കേട്ടോ. വെജിറ്റബിൾ എല്ലാം ഒരുമിച്ച് ഞാൻ വെള്ളത്തിട്ടിട്ടുണ്ട്. നമുക്കൊന്ന് തിളച്ച് അതിൻ്റെ കൂടെ നമുക്ക് അരിയിട്ട് ഊറ്റി ദമ്മിടണതാണ് കേട്ടോ. അങ്ങനെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് കഴുകി വെച്ച അരി അതിൻ്റെ കൂടെ ഇടുക. വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ. നാട്ടിലെ പോലെ വറ്റിച്ചെടുക്കുന്നതല്ല, ഇവിടെ ഊറ്റിയെടുക്കുന്നതാണ്. ഇവിടെ അരികൾ ചോറ് നല്ല ഹബ്ബായിട്ട് കാണണം, സ്റ്റഡിയായിട്ട്, അല്ല കുഴയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഊറ്റി ദമ്മിടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് മസാലയ്ക്ക്. അതിലേക്ക് ഞാൻ ഒരു തക്കാളി ഇവിടെ ഞാൻ അതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഇനി ഇത് ഇത്രയും ഒന്ന് ക്ലിക്കായി വരണം. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വൃത്തിയായി ഉടഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം, കുറച്ച് തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലോട്ട് കുറച്ച് പാകത്തിന് ഉപ്പ്. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പച്ചക്കറിയും അരിയെല്ലാം ഒരുമിച്ച് വേവിക്കണമെന്നുണ്ട്. ഇനി അതിനൊന്ന് ഊറ്റിയെടുക്കണം. അവിടെ മസാല റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില അവിടെ മിക്സ് ആക്കുക. നമുക്ക് ചോറിനൊന്ന് ഊറ്റിയിട്ടുണ്ട്. ഇനി അതിനെ ദമ്മിടണം. നമുക്ക് മസാല, നമ്മുടെ ചോറ്, പിന്നെ കുറച്ച് നെയ്യ്. അപ്പോൾ ചോറ് സെറ്റ് ചെയ്യണം കേട്ടോ, ദമ്മിടാൻ വേണ്ടി. മസാല നമുക്ക് രണ്ട് സ്റ്റെപ്പായിട്ട് നമുക്ക് മസാല ദമ്മിടാം. ഒരു സ്റ്റെപ്പിൽ ഞാൻ കുറച്ച് മസാലയും ചോറും ഇട്ട് ദമ്മിടുന്നുണ്ട്. കുറച്ച് നെയ്യ് കൂടെ ഇട്ട് സെറ്റാക്കുക. ഇനി കുറച്ച് മസാല കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില, നമുക്ക് നേരെ അടുപ്പിലോട്ട് നമുക്ക് ദമ്മ് വയ്ക്കണം. ചോറും മസാലയൊക്കെ ഞാൻ ദമ്മ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ദമ്മ് ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ ദമ്മിടുക. അപ്പം നമ്മുടെ ദമ്മൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ചോറിന് സെറ്റാക്കാം. കണ്ടില്ലേ, വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അറബി സ്റ്റൈലാണ് കേട്ടോ. ഇവിടെ ഉള്ളവർക്ക് നമുക്ക് എസൻസ് ഒന്നും അത്ര പിടിക്കത്തില്ല നമ്മുടെ അറബിലേക്ക്. കാരണം അവർക്ക് സാധാ മസാല ഇട്ട് ദമ്മിടുന്നതാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ